ചേട്ടന്റെ ഓണക്കാല ഓർമ്മകൾ എന്തായിരുന്നു? സാധാരണ പോലെ തന്നെ എല്ലാ ഓണക്കാലം അടിപൊളിയായിരിക്കും. പക്ഷെ 2013 ഓണം എനിക്ക് മറക്കാൻ പറ്റില്ല. കുറച്ച് ഡാർക്ക് ഓണമായിരുന്നു. വേറെ ഒന്നുമില്ല, രാവിലെ തന്നെ വീട്ടിൽ പൂവൊക്കെ ഇട്ട്, അപ്പൊ എനിക്ക് അന്ന് ഷോ ഉണ്ട്, അത് കുറച്ച് ദൂരെയാണ്. അപ്പൊ രാവിലെ അപ്പൊ അവിടെ നിന്ന് വന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഡാൻസ് ആണ്. അത് വലിയ സെലിബ്രിറ്റി ഷോ ആണ്. അങ്ങനെ ഒരു വലിയൊരു പാട്ടുകാരത്തിയുടെ ബാക്കപ്പ് ഡാൻസിന് പോയതാണ്. നേരെ അവിടെ ലൊക്കേഷനിൽ ചെന്ന് ഭയങ്കര ക്രൗഡ്, ഒച്ചപ്പാട് ബഹളം. 7 മണിക്ക് തുടങ്ങേണ്ട ഷോ 8-9 തുടങ്ങിയിട്ടില്ല. അപ്പൊ സംഭവം ചോദിച്ചപ്പോഴേക്കും ഈ ആർട്ടിസ്റ്റുകൾക്ക് ഇവര് ഫണ്ട് മുഴുവൻ കൊടുത്തിട്ടില്ല, നല്ല സ്റ്റേജിലേക്ക് കയറുള്ളൂ, പൈസ മുഴുവൻ കൊടുത്തിട്ടില്ല. അപ്പൊ നോക്കിയപ്പോഴേക്കും സ്റ്റേജിൽ ഞങ്ങൾ നോക്കുമ്പോഴേക്കും പാട്ടൊക്കെ തുടങ്ങി, കൊട്ടല് മ്യൂസിക് കേൾക്കുന്നുണ്ട്. ഞാൻ നൈസായിട്ട് പുറകെ നോക്കിയപ്പോഴേക്കും നാട്ടുകാര് ചെണ്ട എല്ലാ സാധനവും തല്ലിപ്പൊളിക്കണേ അവിടെ. തല്ലിപ്പൊളി. അപ്പൊ തന്നെ ചേച്ചിയുടെ കോള് പിന്നെ മുന്നോട്ട് രക്ഷപ്പെട്ടോട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഈ പുറകൊക്കെ കുത്തിപ്പൊളിച്ച് നേരെ ചാടണത്, അടുത്ത സീനുണ്ട്, ചാടണ നേരെ കണ്ടത്തിലോട്ടാണ്. ഇത്ര കണ്ടം വഴി ഓടണമെന്ന് കേട്ടതെന്ന് ലൈഫിൽ അനുഭവിച്ചു. ഇത്രയും ചെളിക്കാത്ത ചേട്ടാ ഓടിക്കൊണ്ടിരിക്കണത്. ഓടി അപ്പുറത്ത് അക്കരെ വീട്ടിൽ കയറിയപ്പോഴേക്കും വീട്ടുകാര് എന്താണ് ഇവിടെ എന്ത് പണിക്ക് വന്നാണ്? ഞാൻ ചേച്ചി പണിക്ക് വന്നതല്ല, ഡാൻസ് പരിപാടിക്ക് വന്നാണ്. ഇറങ്ങി പോടാ ഇവിടെ, നാട്ടുകാർ വരെ തല്ലിക്കൊല്ലുന്നു. ഇതുപോലുള്ള ഷോ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇനി ഒരുപാട് കിട്ടട്ടെ. ഇതുപോലത്തെ വേണ്ടത് ഇതാണ്, കുറച്ച് ഡാർക്ക് ഓണം. പക്ഷെ അത് മറക്കാൻ പറ്റൂല. സോനയുടെ ഓണക്കാല ഓർമ്മകൾ എന്താന്ന് കേക്കട്ടെ. എന്റെ 2024 ഞാൻ എബ്രോഡ് പോകുന്ന സമയത്ത്, അതായത് ഹംഗറിക്ക് പോകുന്ന സമയത്ത്, ഞാൻ ഓണത്തിന്റെ കുറച്ച് ദിവസം മുന്നേ ഇവിടെ നിന്ന് പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഓണം കൂടാൻ പറ്റിയില്ലല്ലോ, ഓണം കൂടിയിട്ട് പോകണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആരെയും പരിചയമില്ല. ഫോർച്ചുനേറ്റ്ലി ഞാൻ കുറച്ച് മലയാളീസിനെ പരിചയപ്പെട്ടു. അവര് കടയിൽ സാധനം മേടിക്കാൻ വന്നപ്പം എനിക്ക് ഒരു ലുക്ക് കണ്ടപ്പോ മലയാളികളാന്ന് തോന്നി. ഞാൻ അങ്ങോട്ട് കയറി സംസാരിച്ച് അങ്ങനെ ഞാനവിടെ കമ്പനിയായി കയറി കൂടി പറ്റി. ലാസ്റ്റ് നമുക്ക് കമ്പനി ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവിടെ അവര് ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ മസാജ് സെന്ററിൽ മസാജ് ചെയ്യാൻ വരുന്ന ഫോറിനേഴ്സ് ഉണ്ട്, കുറച്ച് ആൾക്കാര്. അപ്പൊ അവര് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു ചെറിയ ഓണ സെലിബ്രേഷൻ അവരെയൊക്കെ വിളിച്ചിട്ട് സെറ്റ് ചെയ്യാം. സോ അവരെ സാരി ഉടുപ്പിക്കുക, അതുപോലെ നമ്മൾ സദ്യയും കാര്യങ്ങളൊക്കെ വെക്കുക. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം നമ്മുടെ നാട്ടില് നമ്മുടെ മലയാളികൾ എങ്ങനെ ആ ഒരു ഫെസ്റ്റിവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ആ സെയിം രീതിക്കാണ് അതിന്റെ തനിമ ഒട്ടും കുറയാതെ അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് അവരവിടെ ആ ഒരു ഒത്തൊരുമ മലയാളികളുടെ എന്ത് അടി വന്നാൽ അടി, പക്ഷേ ഫെസ്റ്റിവൽ വന്നാൽ ഒത്തൊരുമ വേണ്ട സ്ഥലത്ത് ഒത്തൊരുമ. അവിടുന്ന് നേരെ ഞാൻ പിറ്റേ ദിവസം പോളണ്ടിന് പോയി. എനിക്ക് പോളണ്ടിന് പോകണമായിരുന്നു. അവിടുന്ന് ഞാൻ പോളണ്ടിൽ നിന്നപ്പോൾ അവിടെ കുറേ സ്റ്റുഡൻസാ. ഞാൻ അവിടെ ഏറ്റവും മൂത്തത്, ബാക്കി എല്ലാം 18, 17, 19 വയസ്സ് നഴ്സിംഗ് പഠിക്കാൻ വന്ന സ്റ്റുഡൻസാ. അവരും അവിടെ ഭയങ്കര അടിപൊളിയായിട്ടൊരു ഓഡിറ്റോറിയം ഒക്കെ എടുത്ത് ബണ്ണുകളി, കസേരകളി, ചാക്കിലോട്ടം, മുണ്ടൊടുക്കുക, സാരി കൊടുക്കുക, പായസം വെക്കുക, സദ്യ വെക്കുക. സോ സ്റ്റുഡൻസ് എല്ലാം ഭയങ്കര ആക്റ്റീവാണ്. കാരണം അവർക്കൊരു വീടിനെ മിസ് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ്, അവർ ആ ഒരു ലോൺലിനെസ് ഇല്ലാതെ എടുക്കാന്നുള്ളത് അങ്ങനെ ഒരു അബ്രോഡ് ഓണമാണ്. അതാ പറഞ്ഞേ, മലയാളികളെ എവിടെ ചാടിയാലും 4 കാലിൽ എന്താണ് ചാടുള്ളൂ.